നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലും ബസ്സിനകത്തുമായിട്ടൊക്കെയുള്ള സംഭാഷണങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം നോക്കാം. ബസ് സ്റ്റോപ്പ് എവിടെയാണ്? അതെങ്ങനെ ചോദിക്കും? ബസ് സ്റ്റോപ്പ് കഹാ ഹേ, എവിടെയാണ്? കഹാ ഹേ. അല്ലെങ്കിൽ കിധർ ഹേ എന്നും ചോദിക്കാം. ബസ് സ്റ്റോപ്പ് കിധർ ഹേ എന്നും ചോദിക്കാം. രണ്ടും ശരിയാണ്. അവിടെയാണ് വഹാ ഹേ അല്ലെങ്കിൽ ഉധർ ഹേ, രണ്ടും പറയാം. താങ്കൾക്ക് എവിടെ പോകാനാണ്? ആപ്കോ കഹാൻ ജാനാ ഹേ. താങ്കൾക്ക് എവിടെ പോകാനാണ്? ആപ്കോ കഹാൻ ജാനാ ഹേ. അല്ലെങ്കിൽ ആപ്കോ കിധർ ജാനാ ഹേ എന്ന് ചോദിക്കാം. രണ്ടും ശരിയാണ്. എനിക്ക് ചെന്നൈയിലാണ് പോകേണ്ടത്. മുझे ചെന്നൈ ജാനാ ഹേ. എനിക്ക് ചെന്നൈയിലാണ് പോകേണ്ടത്. എനിക്ക് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് മുംബൈ ജാനാ ഹേ, അങ്ങനെയും പറയാം. ബോംബെയിൽ പോകണം. മേം ഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും. അതിൻ്റെ അർത്ഥം മേം ഭി ചെന്നൈ ജാ രഹാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാനും ചെന്നൈയിൽ പോവുകയാണ്. അല്ലെങ്കിൽ മുझे ഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും. മുझे ഭി ചെന്നൈ ജാനാ ഹേ, എനിക്കും ചെന്നൈയിലാണ് പോകേണ്ടത്. ഇനി എൻ്റെ ബസ് വിട്ടുപോയി. മേരി ബസ് ഛൂട്ട് ഗയി. ഛൂട്ട് ഗയി എന്ന് പറഞ്ഞാൽ വിട്ടുപോയി എന്നാണ് അർത്ഥം. മേരി ബസ് ഛൂട്ട് ഗയി, എൻ്റെ ബസ് വിട്ടുപോയി. ഛൂട്ട് ജാന വിട്ടുപോവുക. എനിക്ക് ലേറ്റ് ആവുകയാണ്, അല്ലെ ഞാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുझे ദേർ ഹോ രഹി ഹേ. ദേർ ഹോന എന്ന് പറഞ്ഞാൽ താമസിക്കുക. മുझे ദേർ ഹോ രഹി ഹേ, ഞാൻ ലേറ്റ് ആവുകയാണ്, ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബസ് എപ്പോൾ വരും? അടുത്ത ബസ് എന്നുള്ളതിന് അഗലി ബസ്. അടുത്ത ബസ് എപ്പോൾ വരും? കബ് ആയേഗി. അഗലി ബസ് കബ് ആയേഗി. അരമണിക്കൂറിനുള്ളിൽ വരും. അരമണിക്കൂർ എന്നുള്ളതിന് ആധാ ഘണ്ട. ആധാ ഘണ്ടേ മേ ആയേഗി. അരമണിക്കൂറിനുള്ളിൽ വരും. ആധാ ഘണ്ടേ മേ ആയേഗി. ഇവിടുന്ന് ചെന്നൈയിൽ പോകുന്നതിന് എത്ര സമയമെടുക്കും? എങ്ങനെ പറയാം? ഇവിടുന്ന് യഹാസേ ചെന്നൈയിൽ പോകുന്നതിന്, ചെന്നൈ ജാനേ മേ കിത്തന സമയ ലഗേഗ, എത്ര സമയം എടുക്കും? യഹാസേ ചെന്നൈ ജാനേ മേ കിത്തന സമയ ലഗേഗ, ഇവിടുന്ന് ചെന്നൈയിൽ പോകുന്നതിന് എത്ര സമയം എടുക്കും? ഇനി നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം. യഹാം സേ ചെന്നൈ പഹൂഞ്ചിനെ മേ കിത്തന സമയ ലഗേഗ. ചെന്നൈയിൽ എത്തുന്നതിന്, പഹൂഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തുക. യഹാം സേ ചെന്നൈ പഹൂഞ്ചിനെ മേ കിത്തന സമയ ലഗേഗ, അങ്ങനെയും ചോദിക്കാം. യഹാം സേ ചെന്നൈ ജാനേ മേ കിത്തന സമയ ലഗേഗ, ഇവിടുന്ന് ചെന്നൈയിൽ പോകുന്നതിന് എത്ര സമയം എടുക്കും? വീണ്ടും വീണ്ടും ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. താങ്കൾ ദിവസവും ഈ ബസ്സിലാണോ പോകുന്നത്? താങ്കൾ ആപ്. ദിവസവും റോജ്. ഈ ബസ്സിലാണോ? എഹി ബസ് മേ. ജാത്തേ ഹേ ക്യാ, ആണോ പോകുന്നു എന്നുള്ള. ആപ് റോജ് എഹി ബസ് മേ ജാത്തേ ഹേ ക്യാ. ആപ് റോജ് എഹി ബസ് മേ ജാത്തേ ഹേ ക്യാ. അല്ല, ചിലപ്പോഴൊക്കെ. നഹി കഭി കഭി. കഭി കഭി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ. ബസ് വരുന്നുണ്ട്. ബസ് ആരഹി ഹേ, വന്നുകൊണ്ടിരിക്കുക ബസ്, അതിന് ബസ് ആരഹി ഹേ. വരൂ കയറാം. ചലോ ചഡ്തേ ഹേ. ബസ്സിൽ കയറുന്നതിന് ചടിന എന്ന് പറയും. ചലോ ചഡ്തേ ഹേ. ഒന്ന് നിൽക്കൂ അല്ലെങ്കിൽ നിന്നാലും. ജര ടഹരിയെ അല്ലെങ്കിൽ ടഹരോ എന്നും പറയാം. എപ്പോഴും ടഹരിയെ എന്നൊന്നും നമ്മൾ പറയാറില്ല. ജര ടഹരിയെ അല്ലെങ്കിൽ ടഹരോ, ഒന്ന് നിൽക്കൂ. സീറ്റ് വല്ലതും ഒഴിവുണ്ടോ? കോയി സീറ്റ് ഖാലി ഹേ ക്യാ. ഖാലി ഹേ എന്ന് വെച്ചാൽ ഒഴിവുണ്ട്. ഖാലി ഹേ ക്യാ, ഒഴിവുണ്ടോ? കോയി സീറ്റ് ഖാലി ഹേ ക്യാ. ആ, 2 സീറ്റ് ഒഴിവുണ്ട്. ഹാ ദോ സീറ്റ് ഖാലി ഹേ, 2 സീറ്റ് ഒഴിവുണ്ട്. ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ബസ് മേ ബഹുത് ഭീഡേ. ഭീഡെന്ന് പറഞ്ഞാൽ തിരക്ക്. ബസ് മേ ബഹുത് ഭീഡേ, വളരെ തിരക്കാണ്. ബഹുത് ഭീഡേ. താങ്കൾ അടുത്ത ബസ്സിന് കാക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് നമ്മൾ അതായിരിക്കും നല്ലത് എന്ന് പറയാനായിട്ട് ബെഹത്തർ ഹോഗ എന്നൊരു ഫ്രേസ് നമ്മൾ ചേർക്കും. ബെഹത്തർ ഹോഗ ആപ് അഗലി ബസ് കാ ഇന്തജാർ കരേ. അഗലി ബസ് എന്ന് പറഞ്ഞാൽ അടുത്ത ബസ്. ഇന്തജാർ കറ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ബെഹത്തർ ഹോഗ, അതായിരിക്കും നല്ലത്. ആപ് അഗലി ബസ് കാ ഇന്തജാർ കരേ, അടുത്ത ബസ്സിന് വേണ്ടി കാക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും വീണ്ടും പറയുക. ബെഹത്തർ ഹോഗ ആപ് അഗലി ബസ് കാ ഇന്തജാർ കരേ. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ആപ് അഗലി ബസ് മേ ആയിയേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ബസ്സിൽ വന്നാലും, താങ്കൾ അടുത്ത ബസ്സിൽ വന്നാലും. ആപ് അഗലി ബസ് മേ ആയിയേ. ഞാൻ തെറ്റായ ബസ്സിൽ കയറിപ്പോയി. അതെങ്ങനെ പറയും? മേ ഗലത് ബസ് പർ ചട് ഗയ.
അബദ്ധത്തിൽ പറ്റിയതാ. മേ ഗലത് ബസ് പർ ചढ़ गया. വരൂ ബസ്സിൽ നിന്നിറങ്ങാം. ചലോ ബസ്സെ ഉതർത്തേ ഹേ. ചലോ ബസ്സെ ഉതർത്തേ ഹേ. ഇറങ്ങാം. അടുത്ത ബസ് പിടിക്കണം. അതെങ്ങനെ പറയും? ദൂസരി ബസ് പകഡ്നി ഹേ. പകഡ്നി ഹേ പിടിക്കണം. ദൂസരി ബസ് പകഡ്നി ഹേ. ഞാൻ അവനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതായി കണ്ടായിരുന്നു. അതെങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് മേ, അവനെ ഉസേ, ബസ്സിൽ നിന്ന് ബസ് സേ, ഇറങ്ങുന്നതായി എന്ന് പറഞ്ഞാൽ ഉതർത്തേ, കണ്ടായിരുന്നു, ദേഖാഥ. അപ്പം എങ്ങനെ പറയും? മേ ഉസേ ബസ് സേ ഉതർത്തേ ദേഖാഥ. ഞാൻ അവനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതായി കണ്ടായിരുന്നു. മേ ഉസേ ബസ് സേ ഉതർത്തേ ദേഖാഥ. ഒന്നും കൂടെ പറയാം. മേ ഉസേ ബസ് സേ ഉതർത്തേ ദേഖാഥ. ഞാൻ അവനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതായി കണ്ടായിരുന്നു. ഈ ബസ് എവിടം വരെ പോകും? ഏ ബസ് കഹാൻ തക് ജായേഗി. ഏ ബസ് കഹാൻ തക് ജായേഗി. കഹാൻ തക് എവിടം വരെ, ജായേഗി പോകും. ഏ ബസ് കഹാൻ തക് ജായേഗി. ഇനി നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് കണ്ടക്ടറോട് പറയുക, ഒരു ടിക്കറ്റ് തന്നാലും, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് തരൂ. ഏ ടിക്കറ്റ് ദീജിയേ അല്ലെങ്കിൽ ഏ ടിക്കറ്റ് ദേദോ എന്നും പറയാം. ഏ ടിക്കറ്റ് ദീജിയേ അല്ലെങ്കിൽ ഏ ടിക്കറ്റ് ദേദോ. എവിടെ ഇറങ്ങാനാണ്? കഹാ ഉത്തർനാ ഹേ. ഇറങ്ങുക എന്നുള്ളതിന് ഉത്തർന. കഹാ ഉത്തർനാ ഹേ. എവിടെ ഇറങ്ങാനാണ്, അല്ലെങ്കിൽ എവിടെ പോകാനാണെന്നും ചോദിക്കാം. കഹാൻ ജാനാ ഹേ എന്നും ചോദിക്കാം. ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണ്? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? കിരായ കിത്നാ ഹേ. ബസ് കാ കിരായ കിത്നാ ഹേ. കിരായ എന്ന് പറഞ്ഞാൽ ചാർജ്. കിരായ കിത്നാ ഹേ. താങ്കളുടെ അടുത്ത് ചില്ലറയുണ്ടോ, ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? ആപ്കെ പാസ് ഛുട്ടാ ഹേ ക്യാ. ഛുട്ട എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലെങ്കിൽ ചില്ലറ. ആപ്കെ പാസ് ഛുട്ടാ ഹേ ക്യാ. താങ്കളുടെ അടുത്ത് ചില്ലറയുണ്ടോ? എൻ്റെ അടുത്ത് ചില്ലറയില്ല. മേരെ പാസ് ഛുട്ടാ നഹി ഹേ. മേരെ പാസ് ഛുട്ടാ നഹി ഹേ. ബാക്കി പൈസ തന്നാലും, അല്ലെങ്കിൽ ബാക്കി പൈസ തരൂ. ബാക്കി പൈസ ദീജിയേ അല്ലെങ്കിൽ ദേദോ. ബാക്കി പൈസ ദീജിയേ അല്ലെങ്കിൽ ദേദോ. ബാക്കി പിന്നെ തന്നാലും എങ്ങനെ പറയും? ബാദ്മേ ദീജിയേ. ബാക്കി ബാദ്മേ ദീജിയേ. ബസ് ആഹാരത്തിന് വേണ്ടി നിർത്തുമോ? ക്യാ ബസ് നാസ്ത കെ ലിയേ രുക്കേങ്കെ. രുക്കേങ്കെ എന്ന് വെച്ചാൽ നിർത്തുമോ. ക്യാ ബസ് നാസ്ത കെ ലിയേ ആഹാരത്തിന് വേണ്ടിയിട്ട് നിർത്തുമോ, രുക്കേങ്കെ. ജനലിനടുത്ത സീറ്റ് കിട്ടുമോ? ക്യാ ഖിഡ്കി സീറ്റ് മിലേഗി. ക്യാ ഖിഡ്കി സീറ്റ് മിലേഗി. ഖിഡ്കി എന്ന് പറഞ്ഞാൽ ജനൽ. എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം അല്ലെങ്കിൽ ഇറങ്ങേണ്ടതാണ്. മുझे അകലെ സ്റ്റോപ്പ് पर ഉത്തർനാ ഹേ. ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അകലെ സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പ്. മുझे അകലെ സ്റ്റോപ്പ് पर ഉത്തർനാ ഹേ. എൻ്റെ സ്റ്റോപ്പ് ആവുമ്പോൾ പറയണം അല്ലെങ്കിൽ പറഞ്ഞു തരൂ. മേരെ സ്റ്റോപ്പ് ആത്തെ ഹുയേ ബത്താ ദോ. മേരെ സ്റ്റോപ്പ് ആത്തെ ഹുയേ ബത്താ ദോ. ബസ്സിൽ നിൽക്കരുത്. ബസ് മേ ഖടേ മത് രഹോ. വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഗിർനേ കാ ചാൻസ്. പിറകിൽ സീറ്റ് ഒഴിവുണ്ട്, അവിടെ ഇരുന്നാലും. പീछे സീറ്റ് ഖാലി ഹേ ഉധർ ബൈഠിയേ. പീछे സീറ്റ് ഖാലി ഹേ ഉധർ ബൈഠിയേ. താങ്കളുടെ സ്റ്റോപ്പായി. ആപ്കാ സ്റ്റോപ്പ് ആ ഗയാ. താങ്കളുടെ സ്റ്റോപ്പ് എത്തി എന്ന് പറയുക. ആപ്കാ സ്റ്റോപ്പ് ആ ഗയാ. വേഗം ഇറങ്ങൂ. ജൽദി ഉത്തർ അല്ലെങ്കിൽ ജൽദി ഉത്തരോ, ജൽദി ഉത്തരിയേ, ഇങ്ങനെ വേണമെങ്കിലും പറയാം. വേഗം ഇറങ്ങൂ. ഇതെടുത്തോളൂ, നിങ്ങളുടെ ബാക്കി പൈസ. ഏ ലീജിയേ ആപ്കി ബാക്കി പൈസ. ഏ ലീജിയേ ആപ്കി ബാക്കി പൈസ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിച്ചാൽ മതി. വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക്